നമ്മൾക്ക് ഒരുമിച്ച് നിൽക്കാൻ കുറേ കാരണങ്ങളുണ്ട്. നമ്മളെ നാടിനെ പല കാരണങ്ങൾ കൊണ്ടും വിഭജിക്കുന്ന ആളുകൾ ചുറ്റുപാടുമുണ്ട് ഇല്ലേ. നമ്മളിങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് ഏത് പാർട്ടിയാണ്, ഏത് മതമാണ്, ഏതാണ് അവർ ചിന്തിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് ആളെ വിലയിരുത്തുന്ന കാലഘട്ടം ഉണ്ടല്ലോ. അറിയാലോ, ഒരാൾ അയാൾ ഏതാ മതം, ഈ ജാതിയുടെ ഒക്കെ കാര്യം പറയില്ലേ, ഒരാൾ ഓഫീസിൽ മാറിപ്പോകുമ്പോൾ ആ ഓഫീസിലേക്ക് അടുത്ത ഓഫീസിലേക്ക് ഇദ്ദേഹം എത്തുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ജാതി അവിടെ എത്തുമെന്ന് പറയും. ജാതി അവിടെ എത്തും. കാരണം ഏത് മതക്കാരനാണ്, ഏത് ജാതിക്കാരനാണ് അവിടെ എത്തുന്നതെന്നുള്ള നോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷെ അങ്ങനെയൊക്കെ പല സൈഡിലും ഉണ്ടെങ്കിലും പൊതുവെ നമ്മളൊരു മതസൗഹാർദ്ദവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സമൂഹമാണ്. യെസ് ഓർ നോ അല്ലേ? നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ, നമ്മളിപ്പോൾ ആളുകളുടെ മതം നോക്കിയിട്ടോ ജാതി നോക്കിയിട്ടോ പൈസ നോക്കിയിട്ടോ ഒന്നുമല്ല, പറയുന്ന വാക്കുകളിലെ സത്യസന്ധതയും ജെനുവിനിറ്റിയും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആളുകളെ പൊതുവെ വിലയിരുത്തുന്നത്. ഇവിടെ എന്നാൽ മതത്തിലിപ്പോൾ കുറേ നല്ല ഗുണങ്ങളും ഇല്ലേ. ഇപ്പോൾ ഭക്ഷണം, നമ്മൾ ഏത് കല്യാണത്തിന് പോകാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം കല്യാണം ഏതായിരിക്കും? പലതും മൂന്ന് തരത്തിലല്ലേ. ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുക എവിടെയെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ക്രിസ്ത്യൻ കല്യാണത്തിനാണ്. എന്ത് ഫുഡാന്നറിയോ? ഇവരുടെ പക്ഷേ വിശന്ന് കുടല് കരിഞ്ഞിട്ടേ തരുള്ളൂ. ശരിയല്ലേ? പാട്ട് കുർബാന എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, പാട്ട് കുർബാന. അവിടെ ഹാളിൽ ഫുഡ് ചിക്കൻ ഇരുന്ന് മരവിച്ചോണ്ടിരിക്കുകയാണ്, പൊരിഞ്ഞിട്ട് കുറെ നേരമായി. പക്ഷെ ഇവിടെ ഇങ്ങനെ ആദിയിലഖിലേശൻ നരനെ, അതല്ലേ, സൃഷ്ടിച്ചു അവനൊരു സഖിയുണ്ടായി അവനൊരു തുണയുണ്ടായി, അല്ലേ? എന്നിട്ട് ആ മറ്റേ കിട്ടി 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 ഇതെല്ലാം അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേൽക്കും. കഴിഞ്ഞു എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ടടണ്ടായി അത് തുടങ്ങി. പിന്നെ വീണ്ടും തുടങ്ങി, വീണ്ടും ഇരുന്ന് 2-2:30 ആയിട്ട് വിശപ്പൊക്കെ കേട്ടു. ഹിന്ദു കല്യാണത്തിന് പിന്നെ മുഹൂർത്തം കഴിഞ്ഞ് കെട്ടണ്ട് നടന്നാൽ അവിടെ പൊട്ട് നടക്കും. നമ്മളിങ്ങനെ റെഡി 1 2 3 എന്ന് പറഞ്ഞിട്ട് ആ മറ്റേ ഭക്ഷണത്തിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കും. അവിടെ കെട്ടി നടക്കുന്നു. കെട്ടെല്ലാവരും കാണും കേട്ടോ. അതാണ് ഹിന്ദു കല്യാണത്തിൻ്റെ ഒരു ഗുണം. കല്യാണം കഴിച്ചവർക്ക് കല്യാണ ചെക്കനെ പെണ്ണിനെ കാണും. മുസ്ലിം കല്യാണം എന്തൊരു സുഖം എന്ന് പറയും. ഒരു സൈഡിൽ കെട്ട്, താലി, മാല, അത് ഇത് അതൊക്കെ നടക്കും. ഇപ്പുറത്തെ സൈഡിൽ ഫുഡ് അടിയും നടക്കും. അതും ഇതും തമ്മിലൊരു ബന്ധവുമില്ല. കുറേ ആൾക്കാർ അങ്ങോട്ട് പോവില്ല, നേരെ വന്നിട്ട് ഇവിടെ പെണ്ണും ചെക്കനും അത് നമുക്ക് വേണ്ട, ഇവിടെ ഫുഡ് അങ്ങോട്ട് പോവാം. കല്യാണ ചെക്കനെ പെണ്ണിനെ കാണൂല അപ്പോൾ ബഹുഭൂരിപക്ഷം പേര് ഈ മുസ്ലിം കല്യാണത്തിന് പോണവർ. എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് 2 മാസം കഴിഞ്ഞിട്ട് ഇവരെ പുറത്ത് വെച്ച് കാണും. ഹായ്, ഇതാണോ പെണ്ണ്? അപ്പോ അവര് നീ വന്നിരുന്നു പക്ഷെ കാണാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ ഈ നമ്മൾ ഒരു ദോശ കഴിക്കാൻ ഒരു നാരായണൻ പോറ്റിയുടെ കടയിലോ അല്ലെങ്കിൽ ഒരു നായരുടെ കടയിലൊക്കെ അല്ലേ ഇപ്പോൾ ഒരു ഹിന്ദു അല്ലെങ്കിൽ അങ്ങനത്തെ കടയിലല്ലേ നല്ല ദോശ കിട്ടുക, മസാല ദോശ കിട്ടുക. ബിരിയാണി കഴിക്കാൻ ഒരു മുസ്ലിമിൻ്റെ കടയിൽ പോകും. നല്ല മീൻകറിയും ചോറും കഴിക്കാൻ ക്രിസ്ത്യൻ കല്യാണത്തിനോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ നല്ല ബീഫും ഇവിടെയൊക്കെ അടിപൊളിയല്ലേ. നിങ്ങൾ പിന്നെ അബൂബക്കർ ഉണ്ടാക്കുന്ന ദോശ എന്ന് പറഞ്ഞിട്ട് അതൊരു കഥയില്ല. നാരായണൻ പോറ്റിയുടെ ബിരിയാണി, നാരായണൻ പോറ്റി ബിരിയാണി അറിയില്ല കേട്ടോ. ഇപ്പം ചിക്കൻ കഴിക്കാത്ത മുസ്ലിംസ് ഉണ്ട്, ദോശ കഴിക്കാത്ത ഹിന്ദുസും ക്രിസ്ത്യൻസും അവർ ഒക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെതായ കുറച്ച് ആളുകളുണ്ടാവും. ദോശ കഴിക്കണം തോന്നുമ്പോൾ നമുക്ക് ഭാരത് ഹോട്ടൽ തൃശ്ശൂർ, ഇവിടെ ഏതാ നല്ലൊരു ഹോട്ടലൊക്കെ ഉള്ളത്? കുഴിമന്തി അല്ലേ, ബ്രാഹ്മിൻസ് കുഴിമന്തി എങ്ങനെ ഉണ്ടാവും? അത് അവരാ കുഴിയിലേക്ക് ഇറങ്ങാൻ സാധ്യതയില്ല. അവർ ദോശ ഇട്ട് ഇങ്ങനെ പരത്തും. കുഴിമന്തി നമുക്ക് സംസം കുഴിമന്തി അത് കറക്റ്റേ അല്ലേ. അത്രയൊക്കെ തന്നെ ഒരു വ്യത്യാസങ്ങള്. അതൊക്കെ അതൊരു മതമോ വർഗീയതോ അതൊന്നുമില്ല. അത് ഓരോന്നിനും ഓരോ സ്ഥലത്ത് സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും. പിന്നെ കറിയിലെ എരിവ് കൂടുതലുള്ളതായിരിക്കും ഈ ഭാഗത്ത്. കോഴിക്കോടൊക്കെ അടിപൊളി ബിരിയാണി കിട്ടും, ബിരിയാണിക്ക് കോഴിക്കോട് വരണം. അങ്ങനെയൊക്കെ ബാക്കിയുള്ള എല്ലാ വ്യത്യാസങ്ങളും കളഞ്ഞ് ഒരുമിച്ച് പിന്നെ നമുക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള ഏറ്റവും വലിയ കാര്യം AK എന്നൊരു ബ്രാൻഡാണ്, ഒരു പേരാണ് അല്ലേ. ആ പേരിലാണ് നമ്മൾ ഈ ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വീണ്ടും അത് പറഞ്ഞ് ഞാൻ എൻ്റെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഒരുമയാണ് പെരുമ.